അവളെ പ്രണയിനിയാക്കിയതാരേ. മായനി റെഡിയായി. മായ ഞാൻ താഴെ ഉണ്ടാവും, നീ റെഡിയായിട്ട് അങ്ങോട്ട് വന്നാ മതി. മായ നിങ്ങൾ വന്നോ? കേറുക. മായ എന്താ അവിടെ തന്നെ നിന്നത്? വാ നന്ദേച്ചി. അഭിയേട്ടനും നന്ദേച്ചി മാത്രമേ ഉള്ളൂ അവിടെ? അതെ. അപ്പോ നിങ്ങളുടെ രണ്ടാളുടെ പേരൻസ്? അഭിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടി എനിക്ക് എന്റെ വീട്ടുകാരെ മറക്കേണ്ടി വന്നു. ഞാനും വിഷ്ണുവും അഭിയും ഒരുമിച്ചാണ് പഠിച്ചത്. അതിനിടയിൽ എനിക്കെപ്പോഴോ അഭിയുടെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നി. അവന് തിരിച്ചു. ഞങ്ങളത് തുറന്നു പറഞ്ഞില്ല. അത് അങ്ങനെ എന്റെ മനസ്സിൽ കൊണ്ട് നടന്നു. പിന്നെ അഭിയേട്ടനും നന്ദേച്ചിയും പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞത്. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോ എന്റെ വീട്ടിൽ എനിക്ക് കല്യാണം ആലോചിച്ചു തുടങ്ങി. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും അവര് കേട്ടില്ല. പിന്നെ രണ്ടും കൽപ്പിച്ച് അഭിയോട് ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു. എന്നെ വീട്ടിൽ നിന്ന് ചാടിച്ചതും ഞങ്ങളെ കല്യാണം നടത്തിയതൊക്കെ വിഷ്ണുവാണ്. പിന്നീട് നന്ദേച്ചി വീട്ടുകാരെ കാണാൻ ശ്രമിച്ചില്ലേ? പോയിരുന്നു. എന്നിട്ടെന്തുണ്ടായി? എന്നിട്ട് എന്താവാൻ? എല്ലാ വീട്ടുകാരും പറയുന്നത് തന്നെ അവരും പറഞ്ഞു അവർക്ക് ഇങ്ങനെ ഒരു മകളില്ലാന്നും മരിച്ചു പോയതിനെ സങ്കല്പിച്ചോളാം എന്നൊക്കെ. ആദ്യമൊക്കെ കേട്ടപ്പോൾ കുറച്ച് സങ്കടം തോന്നിയെങ്കിലും പിന്നെ അങ്ങ് ശീലായി. അതൊക്കെ പോട്ടെ. മായ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? നീ എന്താന്നും മിണ്ടാത്തെ? ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഏയ് ഒന്നുമില്ല നന്ദേച്ചി. ഇതുപോലെ ഇഷ്ടപ്പെട്ട ആളോടൊപ്പം ജീവിക്കാൻ ഞാനും തീരുമാനിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അമ്മയമ്മ നിങ്ങളാരും ജീവനോടെ കാണില്ലായിരുന്നു. മായ നീ എന്താ പറഞ്ഞേ? ഏയ് ഞാൻ പെട്ടെന്ന് എന്തോ. അത് വിട് നന്ദേച്ചി. ഇല്ല, ഇതെനിക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. എനിക്കറിയണം എന്താ നീ ഇപ്പൊ പറഞ്ഞതിനർത്ഥം. നീ അറിയാതെ നിന്റെ വായിന്ന് വീണതാണെങ്കിലും ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ ഒരുപാട് മാറിപ്പോയി. ആ പഴയ മായ അല്ല. എന്താ മായ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തുറന്ന് പറ. കല്യാണ ദിവസം അമ്മ വന്ന് പറഞ്ഞു വിഷ്ണുവായിട്ടുള്ള എന്റെ കല്യാണം നടക്കാൻ പോവാണെന്നും ഈ കല്യാണത്തിൽ ഞാൻ സമ്മതിക്കണമെന്നൊക്കെ പറഞ്ഞു. അമ്മ എന്നെ ഒരുപാട് നിർബന്ധിച്ചു. പറ്റില്ലെന്ന് ഞാനും ഒരുപാട് പറഞ്ഞു നോക്കി. ഞാൻ വിഷ്ണുവേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ലെന്നും എനിക്ക് വിഷ്ണുവിന്റെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്നും അവൻ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു. അമ്മ കേട്ടില്ല. അമ്മ പിന്നെ നിർബന്ധിച്ചു. ഒടുവിൽ ഞാൻ സമ്മതിക്കുന്നില്ല എന്നായപ്പോ ഒരു ബോട്ടിൽ എന്റെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു ഇതില് വിഷാണെന്നും നീ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ എന്റെ മുമ്പിൽ വെച്ച് അമ്മ അത് കഴിക്കുമെന്ന് പറഞ്ഞപ്പോ
എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ സമ്മതിക്കേണ്ടി വന്നു നന്ദിച്ച്. അമ്മയ്ക്ക് വേണ്ടി എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. മായ, നീ പരസ്പരം ഒരുപാട് സ്നേഹിച്ചിരുന്നു നന്ദിച്ച്. ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി ഒരു ജീവിതം, അതിലുള്ള കൊച്ചു കൊച്ചു സുഖങ്ങളും പിണക്കങ്ങളും ഒക്കെ സ്വപ്നം കണ്ടിരുന്നു. എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ടില്ലാത്ത അതാരമായ പറയേ, എനിക്കറിയണം. നന്ദേച്ചി അറിയും. നന്ദേച്ചി മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ആരമായ അത്? ജോൺ എബ്രഹാം. എബ്രഹാം സാറോ? അതെ നന്ദേച്ചി. എത്ര തിരക്കുണ്ടെങ്കിലും എന്റെ അടുത്ത് ഓടി വരും. എന്നോടൊപ്പം സമയം ചെലവിടാൻ എന്തിനും എന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കാണ് ഒഴിച്ചുകൂടാനാവാത്തൊരു ബിസിനസ് മീറ്റിങ്ങിന് വേണ്ടി ജോണേട്ടൻ യുകെക്ക് പോയത്. പോയി വന്ന അവിടെ മമ്മയും പപ്പയും കൂട്ടി യാമിനി അമ്മയെ വന്ന് കാണാമെന്ന് പറഞ്ഞു. പിന്നെ എന്താ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത്? ഇതേ സമയമാണ് ഇവിടെ വീട്ടില് വിഷ്ണുവേട്ടന്റെ ടീനേനെ കല്യാണം ഉറപ്പിച്ചത്. പിന്നീട് നടന്നതെല്ലാം നന്ദേച്ചിക്കറിയല്ലോ. കല്യാണം മുടങ്ങിയതും അമ്മ വന്നെന്നെ നിർബന്ധിച്ചതൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ ജോണേട്ടനെ വിളിച്ചു. എന്ത് വന്നാലും ഈ കല്യാണത്തിന് സമ്മതിക്കരുതെന്ന് ഞാൻ ഉടനെ വരാമെന്നും പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് വരാൻ പറ്റിയ ദൂരത്തല്ലായിരുന്നല്ലോ ജോണേട്ടൻ. വേറെ നിവൃത്തിയില്ലാതെ എനിക്ക് തല കുനിച്ചു കൊടുക്കേണ്ടി വന്നു വിഷ്ണുവേട്ടന്റെ മുന്നിൽ. ഇപ്പൊ ജോണേട്ടൻ ഇവിടെ വന്നത് എന്നെ ഇവിടുന്ന് കൊണ്ടുപോവാനാ. ഡാ വിഷ്ണു, കുട്ടിക്കാലം തൊട്ടേ ഞാൻ അവളെ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. അതെല്ലാം കേട്ട് നിൽക്കുന്നല്ലാതെ അവൾ മറുത്തൊന്നും പറഞ്ഞിട്ടില്ലടാ. അതൊക്കെ കൊണ്ടായിരിക്കും അവൾ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നതെന്ന് ഞാൻ കരുതിയത്. അഭിനി അന്ന് എന്നോട് ചോദിച്ചില്ലേ എനിക്ക് മായയോടുള്ള ഫീലിങ്സ് എന്താന്ന്? എനിക്കിഷ്ടമാണ് അവളെ. എല്ലാ അർത്ഥത്തിലും അവളെ എന്റേതാക്കണമെന്ന് കരുതിയതാടാ. പക്ഷെ അവളുടെ മനസ്സിൽ ഞാനല്ല മറ്റൊരാളാണെന്ന് അറിഞ്ഞപ്പോ എന്റെ ചങ്കു പൊട്ടിപ്പോവാടാ. വിഷ്ണുടാ, നീ കുറച്ചു മുന്നേ വരെ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു അവൾ എന്നെ തിരിച്ച് സ്നേഹിക്കുമെന്ന്. എത്രയായാലും ഞാൻ കിട്ടിയ താരല്ലടാ അവളെ കഴുത്തിലുള്ളത്. ആ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നീ മായയുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അവൾ എത്ര ആത്മാർത്ഥമായിട്ടായിരിക്കും എബ്രഹാം സാറിനെ സ്നേഹിച്ചത്. പെട്ടെന്നൊരു നിമിഷമല്ലേടാ അവളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതും നിന്റെ അമ്മയുടെ പിടിവാശിക്ക് മുന്നില്. അവക്കിതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല. നീ കുറച്ചുകൂടെ അവൾക്ക് സമയം കൊടുത്തു നോക്ക്. എല്ലാം ശരിയാവൂടാ. നീ പറഞ്ഞത് ശരിയാടാ. ഞാൻ ഇന്നേ വരെ അവളെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കിയിട്ടില്ല. പുറമെ ചിരിച്ചു നടക്കുന്നുണ്ടെങ്കിലും ഉള്ളില് നീറി കഴിയില്ലടാ അവള്. അതിനിടയില് ഞാനും അവളെ ഓരോന്ന് പറഞ്ഞു കുത്തി നോവിച്ച്. എനിക്ക് അവളൊന്ന്
അടക്കി പിടിക്കാൻ പോലും പറ്റണില്ലല്ലോടാ. അന്ന് പൂർണ്ണ മനസ്സോടെല്ലെങ്കിലും ഞാൻ താലിയിട്ട് എന്റെ പെണ്ണാണ് മായ. അവളെ ഞാൻ ആർക്കും കൊടുക്കില്ല. അവർ പരസ്പരം സ്നേഹിച്ചവരാണ്, പക്ഷെ അവർക്ക് ഒന്നിക്കാൻ കഴിഞ്ഞിട്ടില്ല. പകരം വിധി അവളെ നിന്റെ മുമ്പിലെ കൊണ്ടെത്തിച്ചത്. അതിനർത്ഥം അവള് നിനക്കുള്ളതാടാ. നിന്റെ പെണ്ണാണ് അവള്. നീ പറഞ്ഞതുപോലെ എത്ര സമയം വേണമെങ്കിലും അവൾ എടുത്തോട്ടെ. എല്ലാം മറന്ന് അവളെന്നെ ഒന്ന് സ്നേഹിച്ചാൽ മാത്രം മതിയടാ. എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. വിഷ്ണുട്ട ചായ അതാ ടേബിളിൽ വെച്ചേക്ക്. ഞാൻ താഴെ ഉണ്ടാവും, നീ റെഡിയായിട്ട് താഴേക്ക് വന്നാൽ മതി. എന്താ മായ? ഹലോ അബി. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ വരാൻ ലേറ്റ് ആവും. ഓക്കെ. മായ കോളേജെത്തി, ഇറങ്ങിക്കോ. സമയം ഒരുപാടായി. വിഷ്ണുട്ടൻ കഴിക്കുന്നില്ലേ? താൻ കഴിച്ചിട്ട് കിടന്നോ, ഇത് കഴിയാൻ വൈകും. ഇതുപോലെ എന്നമായ എന്റേത് മാത്രമായി മാറുന്നത്. ഞാൻ UK തിരിച്ചു പോവാണ്. ഇനിയൊരു തിരിച്ചുവരവ് കാണുമെന്നറിയില്ല. ഞാൻ കാരണമാണോ തിരിച്ചു പോകുന്നത്? ഏയ്, അങ്ങനെയൊന്നുമില്ലടോ. എന്റെ വിഷ്ണുവിന്റെ ഇടയിൽ കിടന്ന് നീ നന്നായി വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാനിവിടെ നിൽക്കുന്നിടത്തോളം കാലം നിനക്ക് വിഷ്ണുവിനെ സ്നേഹിക്കാൻ കഴിയില്ല, അതെനിക്കറിയാം. ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതത്തിൽ ഞാൻ വേണ്ടമായ വിഷ്ണു അവ മതി, അതാണ് ശരി. എന്താടാ ഇങ്ങനെയൊക്കെ പറയണേ? അതിനെനിക്ക് ഒരിക്കലും സാധിക്കില്ലടാ. നിന്നെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് പെണ്ണെ. മായ, ഞാൻ പോട്ടേടാ. എവിടെയായാലും എന്റെ മായ സന്തോഷമായിട്ടിരിക്കണം, എനിക്ക് അത്രേ ഉള്ളൂ. പോട്ടേടാ. നിനക്കായി ഞാൻ പാട്ട് പാടുമ്പോ എനിക്കായി നീ കാത്തു നിന്നില്ലേ? നീ മറന്ന പാട്ടുകൾ നീ പകുത്ത നെഞ്ചിലേറ്റി ഓർത്തു പാടുമ്പോ നീ എനിക്കായി കാത്തു നിന്നില്ലേ? നീ എന്റെ സ്വപ്നമല്ലേ, നീ എന്റെ സ്വർഗമല്ലേ, പൂത്തരാവല്ലേ, എന്റെ പൂന്തളീരല്ലേ, പൂത്തരാവല്ലേ, എന്റെ പൂന്തളീരല്ലേ. കാത്തു നിന്ന ഈ മരത്തണലിൽ
പൂക്കൾ തന്നവളേ, പെയ്തൊഴിഞ്ഞ തൂനിലാമഴയിൽ നിറമൗനമോടെ നടന്നകന്നവളേ, നീ മറന്നു എന്റെ ആത്മനൊമ്പരം, നീ മറന്നുവോ എന്നെ, നീ മറന്നുവോ. മായ, എന്താ ഇവിടെ തനിച്ചിരിക്കുന്നത്? എപ്പോ നോക്കിയാലും അമ്മയുടെ പിറകെ ചുറ്റിപ്പറ്റി നടക്കുന്നതാണല്ലോ. കുറച്ചു നേരം തനിച്ചിരിക്കണമെന്ന് തോന്നി, അതാ ഞാൻ. എബ്രഹാം സാറ് നാളെ തിരിച്ചു പോവുകയാണല്ലേ? ഞങ്ങൾ കണ്ടിരുന്നു. സാറിനെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അത് വേറൊന്നുമല്ല വിഷ്ണു, മായ വിട്ടു തരാൻ പറ്റില്ല. ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യയാണ് ഇന്ന് മായ. മായ ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന് എനിക്ക് നിൻ്റെന്നല്ല മറ്റാരുടെ സമ്മതം ആവശ്യമില്ല. മായയുടെ സമ്മതം മാത്രം മതി. മായ എൻ്റെ കൂടെ വരുമോ എന്നാലോചിച്ച് എനിക്ക് പേടിയുണ്ട്, അല്ലേ വിഷ്ണു? മായ പറഞ്ഞത് ശരിയാണ്. ഞാൻ അവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് വന്നത്. ഞാൻ അവളെ 1-2 വട്ടം നിർബന്ധിക്കുകയും ചെയ്തു. പക്ഷെ വരുന്നില്ല എന്നായിരുന്നു അവിടെ തീരുമാനം. മറ്റൊന്നും കൊണ്ടല്ല, ആ കുടുംബത്തോടുള്ള അവളുടെ കടപ്പാട്, ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് അവളെന്ന് അവിടെ നിൽക്കുന്നത്. നിനക്ക് മായയെപ്പറ്റി എന്തറിയാം? അവളുടെ ഇഷ്ടങ്ങളെപ്പറ്റി നിനക്കറിയോ? പോട്ടെ, വേറൊന്നും വേണ്ട. അവൾ എങ്ങനെ അവിടെ എത്തിപ്പെട്ടെന്നറിയോ നിനക്ക്? ഇല്ല, അല്ലേ?